മഹാഗുരുശരണം. ഇന്ന് 2025 ജൂൺ മാസം 15 ഞായറാഴ്ച, 1200 ആണ്ട് മിഥുനമാസം 1 എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാൻ വേറൊരു സബ്ജക്റ്റ് എടുത്തു വെച്ചിരുന്നതാണ് ഞാൻ. പക്ഷേ അവിചാരിതമായിട്ട് ചില സംഭവവികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് പറയണമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ പെരുമ്പാവൂർ ഭാഗത്ത് പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു വീട് നോക്കാനായിട്ടാണ് പോയത്, സ്ഥലം നോക്കാനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് ആ വീടിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര എനർജി ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. ഒരു ഭാഗത്ത് അവിടെ ഒരു പാറയും, അത് പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവിടെ നന്നങ്ങാടിയൊക്കെ കിട്ടിയതാണെന്ന് പറഞ്ഞു. അവിടെ റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് നന്നങ്ങാടിയൊക്കെ കിട്ടിയതാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീട്ടിലെ അവിടുത്തെ വിസിറ്റേഴ്സ് റൂമിലിരിക്കുന്നു. അപ്പോൾ നേരത്തെ അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം 10:30 അവിടെ എത്തിയത്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞു, 12-12:15 അത് പറഞ്ഞ് ഇത് ചെയ്ത് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ അവിടുത്തെ ഗ്രഹനാഥൻ, ഇപ്പോൾ അദ്ദേഹം ഭൗതിക ശരീരത്തിലില്ല, ആത്മതലത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഒക്കെ ഫീൽ ആയതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വൈബ്രേഷൻ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ തന്നെ എന്തോ മാറ്റങ്ങൾ, ആ ഫോട്ടോയിലൂടെ എന്നോട് സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വല്ലാത്ത വൈബ്രേഷൻ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അല്ല. എന്താണ് ഇതാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇവരപ്പോൾ പുറത്ത് പോയിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുകയാണ് എന്താണെന്ന് നോക്കി ആ വീട്ടിൽ ഉള്ള ബാക്കിയുള്ളവർ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇത് എന്താണെന്ന് ആലോചിച്ച് ഞാനൊന്ന് കോൺസെൻട്രേഷൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നു. അപ്പോൾ സാധാരണ ഞാൻ സൈലൻ്റാണ് വയ്ക്കണം. പക്ഷേ ആ സമയത്ത് ആ വിളിക്കുമ്പോൾ ആ ഫോണിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഫോൺ ഞാൻ മാറ്റി വയ്ക്കും, നോക്കാറില്ല. പക്ഷേ ആ വീട്ടുകാർ പുറത്തായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഈ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്നുള്ള ശ്രദ്ധയിലായിരുന്നതുകൊണ്ട് ഈ ഫോൺ അതിനുള്ള സൂചനയാണെന്ന് തോന്നിയത് കൊണ്ട് ആ ഫോൺ എടുത്തു. അതിൽ വിളിച്ച വ്യക്തി പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഞാൻ കുട്ടൂസിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ച്, സുനിലേട്ടൻ്റെ ഭാര്യ രഞ്ജിത ചേച്ചിയാണ്. അതെ. സമയമുണ്ടോ എന്ന് ചോദിച്ച് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞ് സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് സാറേ, അപ്പോൾ അത് സാറിനോട് പറയണം. ഞാൻ ഈ വിഷമവും കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇന്ന് എൻ്റെ മകൻ, നമ്മൾ ശിവസ്വരൂപ യോഗീശ്വരൻ എന്ന് പറയുന്ന ആ ദിവ്യാത്മാവ്, ആ അമ്മ ഉപയോഗിക്കുമ്പോൾ കുട്ടൂസ് എന്നേ ഉപയോഗിക്കുകയുള്ളൂ. അത് അമ്മയുടെ സ്വന്തം കുട്ടൂസ് തന്നെയാണ്, ആ അമ്മയുടെ അച്ഛൻ്റെയും. പക്ഷേ അച്ഛൻ ശിവസ്വരൂപ യോഗീശ്വരൻ അല്ലെ ശിവയോഗി എന്ന തലത്തിലേക്ക് മാറി. അച്ഛൻ്റെ അങ്ങോട്ടേക്ക് കണക്റ്റായ അച്ഛൻ. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോഴും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ കുട്ടൂസ് തന്നെയാണ്. സാറിനോട് പറയാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ, ഞാൻ ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രമാണെന്ന് തോന്നുന്നു, അവിടെ ഞാൻ തൊഴുമ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹം ശിവനെ എൻ്റെ ഭർത്താവായി കിട്ടണമെന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് ഇങ്ങനെ ഒരു പ്രായമായി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് വിടുന്നതാണ് പെൺകുട്ടികളെന്നുള്ള ഒരു തോന്നൽ വരുമല്ലോ, ആ ഒരു പ്രായമുണ്ട് ഹോർമോൺ ചേഞ്ചസിൽ. അപ്പം ഞാൻ ശിവനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ വിവാഹാലോചന വന്നപ്പോൾ ശിവഭക്തൻ്റെ വിവാഹാലോചന വന്നു. ഞാൻ വളരെ സന്തോഷിച്ചു. അദ്ദേഹം ഭയങ്കര ശിവഭക്തനാണ്. ഞങ്ങൾ അതേ ഇത് തുടർന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചത്, ഞാൻ പ്രാർത്ഥിച്ചത് തെറ്റായി പോയോ സാറേ എന്നാണ് ആ അമ്മ ചോദിച്ചത്. അത് ശരിയെന്നോ അല്ലെന്നോ പറയാൻ നമ്മളാളില്ല. പക്ഷേ അതിൽ ഞാൻ കാണുന്ന പ്ലസ് പോയിൻ്റ്, ഞാൻ കാണുന്ന പോസിറ്റീവ് പോയിൻ്റ്, ആ അമ്മയുടെ ഉദരത്തിലേക്ക് ഏതോ ഒരു ശിവഭക്തനെ, കഴിഞ്ഞ ജന്മങ്ങളിൽ ശിവപ്രീതി നേടിയ ഒരു ദിവ്യാത്മാവിനെ ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു, അമ്മയുടെ ഉദരത്തിൽ കൊടുത്തു. 20 വർഷം പൊന്നുപോലെ ആ അമ്മയെ അച്ഛനും ആ മകനെ നോക്കി. അത് കഴിഞ്ഞ് ആ മകൻ 20ാമത്തെ വയസ്സിൽ അവിചാരിതമായിട്ട് ഡോക്ടറായിട്ട്, ഭൗതിക ജീവിതത്തിൽ ഡോക്ടറായിട്ട് അറിയപ്പെടണമെന്നും ഡോക്ടറായിട്ട് ചികിത്സിക്കണം. ഡോക്ടർ സൂരജ് കൃഷ്ണ എന്നാണ് പേര്. ഇത് ഈ ഒരു സംഭവം പറയുമ്പോൾ ഞാനൊന്ന് പറയട്ടെ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അവതാരമാണ് അല്ലേ. ഇന്നത്തെ നക്ഷത്രം തിരുവോണമാണ്, വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. അതുകൂടി വന്നത് ഒരു കോയിൻസിഡൻ്റ് ആകാം. ഇന്നലെ ഉച്ചയ്ക്കാണ് അമ്മ എന്നോട് പറയുന്നത്. അപ്പോൾ ആ സൂര്യനും കൃഷ്ണനും ചേർന്ന് ആ സൂരജ് കൃഷ്ണ, ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന പേരിൽ പറയപ്പെടാൻ ആഗ്രഹിച്ച വ്യക്തി ഭൗതിക ജീവിതത്തിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഡോക്ടർ എന്നുള്ള പദം, ആ സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ട്, ആ സ്റ്റെതസ്കോപ്പ് കഴുത്തിലിടാണ്ട് ഇപ്പോൾ എത്രയോ ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പ്രതിവിധി അദ്ദേഹത്തിൻ്റെ അച്ഛനിലൂടെ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഈ വീട്ടിൽ നിന്ന്, ആ പറഞ്ഞ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ വന്നു. മിസ്റ്റർ മനോജ് ഷെണായ്, മനോജ് ഷെണായുടെ ഭാര്യ ശ്രീമതി രശ്മി മനോജ്. രശ്മി മനോജാണ് കഴിഞ്ഞ ദിവസം സമാധിയിലേക്ക് ശിവസ്വരൂപ യോഗയുടെ പിക്ചർ അയച്ച വീഡിയോ സുനിലേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസിൽ, ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഹായോഗീശ്വരൻ എന്നുള്ള ഗ്രൂപ്പിലും ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതയച്ചത് രശ്മി മനോജാണ്. അത് അവിടെ എന്നെ കാത്തൊരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചു നേരം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പെരുമ്പാവൂർ ഇന്ന സ്ഥലത്താണ്, എത്തുമ്പോൾ ഞാൻ ഒരു 12 മണി വരെ എനിക്ക് അവിടെ വർക്ക് കാണും, 2 മണിക്കൂർ വർക്ക് കാണും, അത് കഴിഞ്ഞ് ഫ്രീ ആവും. അപ്പോൾ ഞാൻ ആ ലൊക്കേഷൻ അയച്ചിരുന്നു. അതുകൂടാണ്ട് അത് കഴിഞ്ഞ് ഞാൻ കസിൻ ബ്രദറിൻ്റെ വീട്ടിലാണ് വരുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ കാത്തിരുന്നു, 1 മണിക്കൂറോളം അവിടെ കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മനസ്സിൽ തോന്നിച്ചത്, അദ്ദേഹത്തിന് ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ആശുപത്രി പണിയണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൽ ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു റൂം വെക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇദ്ദേഹം വന്ന ഉടനെ തന്നെ ഇദ്ദേഹം എന്നെ കാണാൻ വന്നു. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, മെസ്സേജ് ഇടാറുണ്ട്, അല്പം സ്പിരിച്വലി കണക്ഷനുള്ള ആളാണ്. ശ്രീബായിയുടെ അടുത്തും കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ശ്രീബായി പറഞ്ഞു എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്നെ അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വന്ന് ഇത് ചെയ്ത ഉടനെ തന്നെ വന്ന് ആ സൂചന കിട്ടിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത്, വേറെ ഒന്നും സംസാരിച്ചില്ല, സൂചന കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചത് ഭൗതിക ജീവിതത്തിൽ എങ്ങനെ പോകുന്നു, ആവശ്യത്തിന് സാമ്പത്തികം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല, കിട്ടിയത് കൊണ്ട് ഞാൻ സന്തോഷമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ്. ഓക്കെ, ശരി എന്ന് പറഞ്ഞ്, അതൊരു നല്ല രീതിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടുന്ന സൂചനകൾ താങ്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള സാമ്പത്തിക എന്താണ് ഇത് താങ്കൾക്കില്ല എന്ന് പറഞ്ഞാൽ ആവശ്യം വരും എന്നാണ് എനിക്ക് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ പോകെ പോകെ അദ്ദേഹം കണ്ട സ്വപ്നം അല്ലെ അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞു, ഒരു ക്ലിനിക്ക്, ഒരു ഹോസ്പിറ്റൽ കെട്ടുക എന്നാണ്. അതിലൊരു ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന് പറഞ്ഞൊരു മെയിൻ റൂം വെക്കുക. ആ റൂം വെച്ചിട്ട് അവിടെ ഇത് ആരൊക്കെ ചെയ്യുന്ന, അതൊരു പ്രെയർ റൂം പോലെ, ഒരു പ്രാർത്ഥന ഹാള് പോലെ വെക്കുക. എല്ലാവരും അവിടെ വന്ന് ഇത് ചെയ്തിട്ട്, സാധാരണ എല്ലാ ഹോസ്പിറ്റലിലും മിക്ക ഹോസ്പിറ്റലിലും ഉണ്ട്, രാവിലെ എല്ലാവരും നിന്നൊന്ന് പ്രാർത്ഥിക്കുക. അവരവർ വിശ്വസിക്കുന്ന ആ ജഗദീശ്വരന് ഏത് രൂപത്തിലാണ് അവർ വിശ്വസിക്കുന്ന അത് പ്രാർത്ഥിക്കാമെന്നുണ്ട്. അപ്പോൾ അതിന് ആ റൂം യൂസ് ചെയ്യുക. പക്ഷേ അവിടെ പുറത്ത് ഡോക്ടർ സൂരജ് കൃഷ്ണ എന്നുള്ള പേരും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാണും എന്നുള്ള രീതി ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതിനുള്ള സാമ്പത്തികം ഉണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ, അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് അല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്, താങ്കളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സ് താങ്കളുടെ കയ്യിലുണ്ടോ എന്നല്ലേ ആദ്യം വന്നപ്പോൾ എനിക്ക് കിട്ടിയ സൂചന ഞാൻ ചോദിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. അത് ശരിയാണ്, അത് ഓർത്തില്ല അദ്ദേഹം. അപ്പം ഇങ്ങനെ കുറേ സൂചനകൾ എന്തുമാകട്ടെ, അതൊരു വേറൊരു വിഷയം ഞാൻ പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനകൾ ചെറുപ്പകാലങ്ങളിൽ, ഇപ്പോൾ ഇന്ന് ഞാനിട്ട വോയിസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ എപ്പോഴും കുട്ടികൾ, കൗമാരക്കാർ, ബാല്യം, കൗമാരം, യൗവനത്തിലേക്ക് കടക്കുന്നവരുടെ ഗൈഡൻസ് കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. കാര്യം ഞാൻ ആരെ വിളിച്ചാലും ആ വീട്ടിലെ കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയുടെ അടുത്ത് സംസാരിക്കും. കാര്യം അവരിൽ നമുക്ക് പരിവർത്തനം വരുത്താൻ പറ്റും. അവരുടെ കാർമിക്സ് വരാത്ത രീതിയിൽ, അത് കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും അവർക്ക്. അപ്പോൾ അത് പ്രായോഗികമാകുന്ന രീതിയിൽ, അല്ലാണ്ട് അമ്പലത്തിൽ പോയി ഡെയിലി അമ്പലത്തിൽ പോയി നിർമ്മാല്യം തൊഴു, അത് ഇത് ചെയ്യുന്നുള്ളതല്ല. അല്ലാണ്ട് ഇവർ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയായിട്ട് എങ്ങനെ കണക്റ്റ് ആകാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അറിവിൽ എനിക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻ വെച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, ഒരേ രീതിയിലായിരിക്കില്ല എനിക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഗൈഡൻസ് കൊടുത്ത കുട്ടികളുണ്ട്, എന്തുമാകട്ടെ, അതൊക്കെ നമുക്ക് കിട്ടുന്ന നിയോഗമാണ്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ആ അമ്മ ആഗ്രഹിച്ചത് അത് നടക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ശിവസ്വരൂപ യോഗി എന്ന് പറഞ്ഞ പേര് വരും, ആ തലം അങ്ങനെ ഈ സമൂഹം അറിയും എന്ന് പറയുന്ന ഒരു മകനെ, ശിവനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അങ്ങനെ ഒരു മകനെ ആ അമ്മയ്ക്കും അച്ഛനും നൽകി. ആ മകൻ 20 വയസ്സ് വരെ വളരെ സന്തോഷകരമായി ഭൗതികദേഹത്തിൽ ജീവിച്ചുകൊണ്ട്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എന്താണോ ജന്മോദ്ദേശം അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട്
ഇപ്പോൾ അച്ഛനെ കൊണ്ടൊരു ബുക്ക് എഴുതിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സുനിലേട്ടൻ വിളിച്ച് അതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അച്ഛനെ കൊണ്ട് ഒരു ബുക്ക് എഴുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സുനിലേട്ടൻ മഹായോഗീശ്വരൻ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത് അതേപടി നടന്നില്ലെങ്കിൽ അത് വേറൊരു തരത്തിൽ ദൈവം എന്ന് പറയുന്ന ശക്തി നടത്തും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊക്കിലൊതുങ്ങുന്നത് കൊത്താവുന്ന പണ്ടത്തെക്കാൾ ആൾക്കാർ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രാക്ടിക്കലി നടക്കുന്നതാണോ എന്ന് ആലോചിക്കണം. ഇപ്പം രഞ്ജിത ചേച്ചി ഇത് ആഗ്രഹിച്ചത് അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയണം. ഇനി വരുന്നത് ഇത് കേട്ട് ഈ വീഡിയോ കേട്ടതിന് ശേഷം ഓരോരുത്തരും എടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് ന്യായമാണോ, അത് നടക്കുമോ? ഞാനിപ്പോൾ കയറി എനിക്ക് എവറസ്റ്റ് കൊടുമുടി കയറണം എന്ന് പറഞ്ഞ് ഒറ്റ അടിക്ക് എനിക്ക് കയറണം, ഒറ്റ സ്ട്രെച്ച് കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം. അതിനുള്ള ഫിസിക്കൽ കണ്ടീഷൻ എനിക്കുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് വേണം ആ ആഗ്രഹം ഞാൻ ദൈവത്തിനോട് പറയാനായിട്ട്. ഇല്ലെങ്കിൽ ദൈവത്തിനോട് പറയണം എനിക്ക് ഫിസിക്കലി ഇതായിട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് സൂക്ഷ്മതലത്തിൽ എന്നെ എവറസ്റ്റ് കൊടുമുടി കാണിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ കാണിക്കും. മനസ്സിലായ? അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലും അതിൻ്റെ അനുഭവങ്ങൾ വരും. അപ്പോൾ അതുപോലെ ആയിരിക്കണം ആഗ്രഹങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് മിഥുനം 1-ാം തീയതി കുറേയധികം ഇന്ന് ഇത്രയും താമസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രീബായിയായിട്ട് കുറേയധികം കമ്മ്യൂണിക്കേഷൻസ് ഇന്ന് നടന്നു. അതുകൂടാണ്ട് ശ്രീബായിയോടൊപ്പം തന്നെ സുനിലേട്ടനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നു. അതുകൂടാണ്ട് മദ്രാസിലുള്ള ഇതുവരെ കാണാത്ത ശ്രീമതി അംബിക വിജയലക്ഷ്മിയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നു. ചതുർകോണ കമ്മ്യൂണിക്കേഷൻ നടന്നതിൻ്റെ ആ ഒരു ഇത് ഇന്നത്തെ സ്റ്റാറ്റസുകളിൽ നിങ്ങൾക്ക് കാണാം. ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വേറൊരു കാര്യം കൂടി ഞാൻ വെളിപ്പെടുത്താം. ഇപ്പോൾ തൽക്കാലം അതിനുള്ള ടൈമായിട്ടില്ല കേട്ടോ. അതിൻ്റെ സൂചനകൾ ശ്രീബായി തരുന്ന ലേഖനങ്ങളിലുണ്ട്. അത് ഞാൻ സ്റ്റാറ്റസിൽ ഇടുന്നുണ്ട്. അതിൽ പറ്റുന്നത് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. ഇനി ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അറിയില്ല, അതും കൂടി പഠിച്ചെടുക്കണം. അപ്പോൾ ഇൻസ്റ്റയിൽ കൂടി സ്റ്റോറിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാരിലേക്ക് കുറേ ഇൻഫർമേഷൻ എത്തും എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മുടെ കൂടെയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ചെയ്ത വീഡിയോ വെച്ചിട്ട് കുറേ അധികം ആൾക്കാർ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ശരിയാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എന്തുമാത്രം അബദ്ധജടിലമാണെന്ന് അറിയിക്കാനാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. അത് അടുത്ത വീഡിയോ കഴിയുന്നു ഇന്ന് തന്നെ ചെയ്യും. ഇന്നൽപ്പം തിരക്കുണ്ടെങ്കിലും ആ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ഈ നടത്തുന്ന എനർജി കമ്മ്യൂണിക്കേഷൻ്റെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സ്വതന്ത്രമായിട്ട് എഴുന്നേറ്റ് നടക്കാനും കേൾക്കാനും കാണാനും സംസാരിക്കാനും ഉള്ള പൂർണ്ണാരോഗ്യം, സമ്പൽ സമൃദ്ധി, കുട്ടികൾക്ക് ശാരീരിക മാനസിക ആരോഗ്യത്തോടുകൂടി നല്ല രീതിയിൽ പഠിച്ച് ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന ജോലിയോ സർവീസോ പ്രൊഫഷനോ ജീവിത സാഹചര്യമോ നല്ല വരുമാനത്തോടെ ലഭിക്കുവാനായിട്ടും സങ്കല്പം ചെയ്തുകൊണ്ടും അതുപോലെ എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി, സാഹോദര്യം എന്നിവ ഉണ്ടാകുവാൻ സങ്കല്പം ചെയ്തുകൊണ്ടും കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ സഹോദരി ബന്ധത്തിൽ സഹോദരി ബന്ധത്തിൽ അതുപോലെ തന്നെ അച്ഛനമ്മമാരുമായിട്ടുള്ള ബന്ധത്തിൽ ഫാദറിൻലോ എന്ന് പറഞ്ഞാൽ അമ്മായിയപ്പൻ ബന്ധത്തിൽ മരുമകൾ ബന്ധത്തിലെല്ലാം നല്ല യോജിപ്പുണ്ടാകുവാനും എല്ലാവരുടെയും കുടുംബജീവിതം വളരെ സുശക്തവും സുഭദ്രവും ആകുവാനുള്ള സങ്കല്പം ചെയ്യുന്നു. അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ, വ്യാപാരമാകട്ടെ, ജോലിയാകട്ടെ, മറ്റ് ഉപജീവന മാർഗങ്ങളിൽ നിന്ന് അവർക്ക് കുടുംബസമേതം സന്തോഷകരമായിട്ട് സമൃദ്ധമായിട്ട് ജീവിക്കുവാനുള്ള വരുമാനം കിട്ടുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരും അത് വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, ക്ഷേത്രങ്ങളിലാകട്ടെ, പാർക്കുകളിലാകട്ടെ, മാളുകളിലാകട്ടെ, കോൺട്രാക്റ്റ് ചെയ്യുന്നിടത്താകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ ചെയ്യുന്ന യാത്രകൾ, കളികൾ എല്ലാത്തിലും അവർക്ക് സമ്പൂർണ്ണമായിട്ട് ശാരീരികവും മാനസികവുമായ പ്രൊട്ടക്ഷൻ ലഭിക്കുവാൻ സങ്കല്പം ചെയ്യുന്നു. എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ അതെല്ലാം പോസിറ്റീവാ മാത്രമാകാനായിട്ടും എല്ലാവരുടെയും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും
പോസിറ്റീവായ ദൈവീകമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനും അതിൻ്റെതായ അനുഗ്രഹം ഈ ദേവതകളിൽ നിന്ന് 33 കോടി ദേവതകളിൽ നിന്ന്, പ്രപഞ്ചശക്തിയിൽ നിന്ന്, പരാശക്തിയിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന്, ത്രിമൂർത്തികളിൽ നിന്ന്, നമ്മുടെ ഇഷ്ടദേവതയിൽ നിന്ന്, നമ്മുടെ കുലദേവതയിൽ നിന്ന്, നമ്മുടെ കുടുംബദേവതയിൽ നിന്ന്, നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന്, നമ്മുടെ പിതൃക്കന്മാരിൽ നിന്ന് അവരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുള്ള ആയുസ്സായും പൂർണ്ണ ആരോഗ്യമായും കുടുംബത്തിൻ്റെ സമ്പൽ സമൃദ്ധിയായും കുടുംബത്തിലെ കെട്ടുറപ്പ് ഐക്യമത്യമായും സമാധാനമായും ലഭിക്കണമെന്ന് എൻ്റെ ഗുരുക്കന്മാരെ, ഗുരുപരമ്പരകളെ, ഉപാസനമൂർത്തികളെ സങ്കല്പം ചെയ്തുകൊണ്ട്, ത്രിമൂർത്തികളെ, പരാശക്തി പരമാത്മാവിനെ മധ്യവുമായി വെച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.